എന്നോട് പറയുമ്പോൾ ബിസിനസ് ഒന്നും പറയണ്ട സർ, പ്രോഡക്റ്റ് ഓക്കെ ആണെങ്കിൽ അത് ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ഒരുപാട് ഫ്രണ്ട്സിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുണ്ട്, അവർക്ക് റെക്കമെൻഡ് ചെയ്യാം എന്ന് പറഞ്ഞ ഒരാളാണ്. ഓക്കെ, അങ്ങനെ അവർ വന്നു, പ്രോഡക്റ്റ് തന്നു. ആദ്യം എനിക്ക് തന്ന ഒരു പ്രോഡക്റ്റിന്റെ പേരാണ് ഓൺ ആൻഡ് ഓണിന്റെ ഹെർബൽ പേസ്റ്റ് മൈഡീസ്. നല്ലൊരു കൈയ്യടി ശരിക്കാണിക്കണം. ഇന്ത്യൻ മാർക്കറ്റിൽ കോൾഗേറ്റ്, ക്ലോസപ്പ്, സെൻസഡന്റ്, പെപ്സഡന്റ് പോലുള്ള അതിബൃഹത്തായിട്ടുള്ള ഭീകരന്മാരായിട്ടുള്ള രീതിയിൽ വളർച്ചാ നിരക്ക് കാണിക്കുന്ന ആ പേസ്റ്റുകളൊക്കെ കടത്തി വെട്ടി റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് ഓൺ ആൻഡ് ഓൺ ഹെർബൽ പേസ്റ്റ്. കാരണം നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്കറിയാം ഫ്ലൂറൈഡിന്റെ അംശമില്ലാതെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ സകല ആൾക്കും വളരെ നല്ല രീതിയിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ 99.9% നമ്മുടെ പല്ലുകളുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലുള്ള സൊല്യൂഷനുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഹെർബൽ പേസ്റ്റ്. കറക്റ്റ് ആണോ അല്ലയോ? എല്ലാവരും ഉപയോഗിക്കുന്നവരല്ലേ? അപ്പൊ ഇത് നമ്മുടെ സ്വന്തം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും കൊടുത്തു അവരും ഇത്രയും ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ തയ്യാറാണെങ്കിൽ അറിയാതെ നമുക്കൊരു വലിയൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് മൈ ഡിയേഴ്സ്. ഇവിടെ പലരും ഈ ബിസിനസ് ചെയ്യാതിരിക്കാനുള്ള കാരണം ഇത് ആളെ പിടിക്കുന്ന പരിപാടിയാണ്, ഇത് മണി ചെയ്യുന്നല്ലേ. ഇതെങ്ങനെ വിശ്വസിക്കുക? അപ്ലയൻസിന് മാത്രമല്ലേ കിട്ടുള്ളൂ. കറക്റ്റ് അല്ലേ? 2015 ഞാൻ ഈ ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ശ്രീ സാറും ശ്രീജി പാനൂർ സാറും ഈ ബിസിനസ് വന്ന് പറഞ്ഞ് അവരുടെ കൂടെ എൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു. കുറച്ച് 5,000 രൂപയുടെ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചു. പേസ്റ്റിൽ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയത്. അതിനുശേഷം സോപ്പും പേസ്റ്റൊക്കെ വാങ്ങി ഉപയോഗിച്ച് കുടുംബങ്ങൾക്കൊക്കെ കൊടുത്തു. അവരൊക്കെ അടിപൊളി അഭിപ്രായം പറഞ്ഞു. 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നത് സാക്ഷാൽ നമ്മുടെ കമ്പനിയുടെ ഗ്ലോബൽ ടീം കോർഡിനേറ്റർ പ്ലസ് നമ്മുടെ ഗോൾഡ് എക്സിക്യൂട്ടീവ് സാക്ഷാൽ സോമകുമാർ സാറായിരുന്നു. അന്നിവിടെ സാറ് ഇന്ന് ഇവിടെ ഉണ്ട്. നിങ്ങളുടെ ഭാഗ്യത്തിന് നിങ്ങൾക്ക് ഒരു 10-15 മിനിറ്റ് സാറിന്റെ എക്സ്പീരിയൻസും കൂടി കേൾക്കാം ഐഡിയസ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട അദ്ദേഹം ഈ ഒരു ഇൻഡസ്ട്രിയിൽ എന്നെ പിടിച്ചു നിർത്തിയ എന്റെ ഗുരുനാഥനാണ്. സാർ എപ്പോഴും പറയാറുണ്ട് 7ാം ക്ലാസ്സും 8ാം ക്ലാസ്സും ഗുസ്തിയാണ്. മൈഡിയസ് ഈ ബിസിനസ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നോ നീഡ് ഓഫ് എനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നുള്ളത്. നിങ്ങൾ എന്ത് പഠിച്ചു, എത്ര പഠിച്ചു എന്നുള്ളത് ഇവിടെ വിഷയമല്ല. നിങ്ങൾ കറുത്തതാണോ വെളുത്തതാണോ ആണാണോ പെണ്ണാണോ ഒന്നും ഇവിടെ വിഷയമല്ല. ടൈം നമുക്ക് ഒരു തരത്തിലുള്ള എന്തില്ല, ടൈം ലിമിറ്റേഷൻ ഇല്ല. ടൈം ഫ്രീഡം, മണി ഫ്രീഡം, ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് എല്ലാം ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന, ഒരുമിച്ച് കൂട്ടിപ്പിടിക്കാൻ പറ്റുന്ന, ഒരുമിച്ച് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റിയുടെ പേരാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. അപ്പോൾ അന്ന് വന്നു അദ്ദേഹം 2ാമത്തെ തവണ സോമകുമാർ സാർ വന്നപ്പോൾ അന്ന് എനിക്കറിയാവുന്നത് കുറെ മണി ചെയിനാണ്. കാരണം അന്ന് ആ സമയത്ത് ഒരുപാട് മണി ചെയിൻ കമ്പനികൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം 2014, 13, 14 കാലഘട്ടത്തിലാണ് മണി ചെയിൻ്റെ അങ്ങേയറ്റത്തെ വിളയാട്ടം നടക്കുന്ന സമയത്ത്. അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ സാർ അവരൊക്കെ വന്ന സമയത്താണ് അന്ന് മണി ചെയിനെതിരെ വലിയ ഒരു പ്രക്ഷോഭം നിയമസഭയിലടക്കം നടന്നിട്ട് വലിയൊരു എന്താ പറയുക നിയമ മാറ്റം വരികയാണ് അവിടെ. കാരണം ഇവിടെ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ നെറ്റ്വർക്കിംഗ് കമ്പനികളെയും ബാൻ ചെയ്യുക. അപ്പോ അന്ന് കഷ്ടപ്പെട്ടിട്ട് ഒരുപാട്, കാരണം പുതിയ ആളുകൾക്ക് അറിയില്ല ഇത് പണി ചെയ്യാനാണോ അല്ലയോ എന്നുള്ളത്. അതേ സംശയത്തിലാണ്. അപ്പോൾ ഞാൻ സാറിനോട് ഒരുപാട് ക്വസ്റ്റ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ടീച്ചറൊക്കെ ആയിരിക്കും, പക്ഷെ ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് കൂടുതൽ അറിയാമെന്ന്. കറക്റ്റ് അല്ലേ? നമുക്ക് ഓരോ ഏരിയകളെ കുറിച്ച് മാത്രമേ കൂടുതൽ അറിയില്ല. കറക്റ്റ് അല്ലേ? അപ്പോൾ ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് ഇന്നും അറിയാത്തവർ എന്താ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ പെട്ടു, ഇത് മണി ചെയിന മക്കളെ കുടുങ്ങും, ഇതൊക്കെ തന്നെ പറയുന്നത്. ഇത് തന്നെയായിരുന്നു എൻ്റെ ധാരണ. അന്ന് സാറ് കൃത്യമായിട്ട് മണി ചെയിൻ എന്താണെന്നും ഡയറക്ട് സെല്ലിംഗ് എന്താണെന്നും കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കി തന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ അന്ന് ശക്തമായിട്ട് ഈ ബിസിനസ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. ഒരുപാട് നന്ദി മൈഡിയേഴ്സ്. ഒരു കാര്യം പറയാം, ഞാൻ അന്ന് ഫുൾ ടൈമറായിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല. തിങ്കൾ മുതൽ വെള്ളി വരെ കോളേജിൽ പോകും, ശനിയും ഞായറും മൈഡിയേഴ്സ്. ഇവിടെ നിങ്ങളോടും ഇവിടെ ഇപ്പോൾ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആളുകൾ ജോലി ചെയ്യുന്നവരുണ്ടാവും. അവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ പാർട്ട് ടൈം ആണെങ്കിൽ ആ പാർട്ട് ടൈം ഫുൾ ടൈം ആയിട്ട് ചെയ്യാം. 2 ദിവസമാണെങ്കിൽ 2 ദിവസം നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ട് ഇത് എന്താണെന്നും ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും എങ്ങനെ ഡൂസ് ആൻഡ് ഡോൺസ് കൃത്യമായിട്ട് പാലിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ടൊന്നും നിങ്ങൾ പോകില്ല. ഞാൻ അന്ന് കണ്ണു അടച്ച് എനിക്ക് ഇന്ന് വരെ ജീവിതത്തിൽ പരിചയമില്ലാത്ത ആ ശ്രീ സാറിനെയും ശ്രീജി പാനൂരിനെയും വിശ്വസിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഇന്നിവിടെ ITC എടുക്കുന്നത്. ഉണ്ടാവില്ല, എനിക്ക് അത്യാവശ്യം നല്ല ബുദ്ധിയല്ലേ, ഒരു ടീച്ചറാണെങ്കിൽ ബുദ്ധി ഉണ്ടാവും. ആ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ പലതും ചിന്തിക്കുമായിരുന്നു. ആണോല്ലോ, ചിന്തിക്കാതെ എടുത്ത് ചാടി. കാരണം നിങ്ങൾ എവിടുന്ന് എത്ര ഉയർന്ന് ചാടാൻ ലീഡർമാർ പറഞ്ഞാലും ചാടാൻ തയ്യാറാണെങ്കിൽ മൈഡിയേഴ്സ്
വളരെ സേഫ് ആയിട്ട് നിങ്ങളുടെ ഒരു രോമത്തിൽ പോലും ഒരു പോറലും ഏൽക്കാത്ത രീതിയിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ലീഡേഴ്സ് നിങ്ങളെ സംരക്ഷിക്കും. അതുകൊണ്ട് ഇന്ന് വേൾഡ് കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നിങ്ങൾ നല്ലൊരു ലോയൽ കസ്റ്റമർ ആയിട്ട് നിൽക്കുക. നിലവിൽ നിങ്ങളുടെ വീട്ടിൽ പരസ്യം കേട്ടിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങളും മാറ്റി വെച്ചിട്ട് ബാക്കൗട്ട് ആക്കിയിട്ട് ഏത് വാങ്ങിക്കുക? നമ്മുടെ കമ്പനി പ്രൊമോട്ട് ചെയ്യുന്ന മല്ലിപ്പൊടി വാങ്ങിക്കൂലേ? നിങ്ങൾ മഞ്ഞൾപ്പൊടി വാങ്ങിക്കൂലേ? ഉപ്പ് എല്ലാം വാങ്ങിക്കൂലേ? എല്ലാ സാധനങ്ങളും ഗംഭീരമായിട്ട് മാർക്കറ്റിൽ കിട്ടുന്ന കെമിക്കൽ ഇല്ലാത്ത, ഒരു മായവും ചേർക്കാത്ത അതിമനോഹരമായിട്ടുള്ള ഫുഡ് സപ്ലിമെന്റ്സ് ആണ് MI ലൈഫ്സ്റ്റൈൽ എന്ന് പറയുന്ന കമ്പനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നുകൊണ്ടിരിക്കുന്ന പുതിയ ഒരുപാട് പ്രോഡക്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രോഡക്റ്റുകൾ വാങ്ങി ഉപയോഗിച്ച് റിസൾട്ട് കിട്ടി. ഇത് ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി? എൻ്റെ പ്രിയപ്പെട്ട ഒത്തിരി സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ തുടങ്ങി. ഇവിടെ പലരും ഈ ബിസിനസ് ഏറ്റെടുക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് കൊണ്ടുപോയി വിൽക്കണ്ടേ, ബാഗിൽ എടുത്ത് കൊണ്ടുപോയി വിൽക്കണ്ടേ? മൈ ഡിയേഴ്സ്, ഇന്ന് ഏകദേശം 27 കോടിയുടെ ബിസിനസ് വോളുണ്ട് എനിക്ക്. ഈ 27 കോടിയുടെ ബിസിനസ് വോളിൽ 1 ലക്ഷം ബിസിനസ് വോളിയം പോലും, ഞാൻ പറയാം സത്യത്തിൽ 1 ലക്ഷം ബിസിനസ് വോളിയം പോലും ഞാൻ ഒരു വീട്ടിൽ പോലും സാധനം കൊണ്ടുപോയി വിറ്റിട്ടുണ്ടാക്കിയതല്ല. റിസൾട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് നമ്മുടെ പ്രോഡക്ട്സ് ഇന്ന് 11ാമത്തെ വർഷത്തിലേക്ക് മൈ ലൈഫ് സ്റ്റൈലിനോടൊപ്പം സഞ്ചരിക്കുകയാണ് മൈ ഡിയേഴ്സ്. അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ പ്രോഡക്ട്സുകളല്ലാത്ത, നമ്മുടെ ബ്രാൻഡുകളല്ലാത്ത വേറൊരു കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ഈച്ച് ആൻഡ് എവറി പ്രോഡക്റ്റ് വാങ്ങുക, ഉപയോഗിക്കുക. അത് പ്രിയപ്പെട്ട എല്ലാവരോടും വിളിച്ചു പറയുക. ഇന്നൊന്നും മൈക്കിൽ വിളിച്ച് പറയില്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഫോൺ വിളിച്ച് ഞാൻ പറയാം, അടിപൊളി സാധനമുണ്ട്, അടിപൊളി പേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഇതിനെക്കുറിച്ച് വർണ്ണിക്കാൻ തുടങ്ങും. സെയിൽസ് മൈ ഡിയേഴ്സ്, ഞാൻ ആദ്യം സെയിൽസ് ചെയ്തത് ആർക്കാണെന്നോ? എൻ്റെ കോളേജിലെ പ്രിൻസിപ്പൽ മാഡത്തിനാണ് ഞാൻ ആദ്യം പ്രോഡക്റ്റ് കൊടുത്തത്. ടീച്ചർ ഞാൻ നല്ല ബന്ധമായിരുന്നു. അപ്പൊ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറോട് അടിപൊളി പേസ്റ്റ് കിട്ടിയിട്ടുണ്ട്, ഇന്നേതാണ് അതിന്റെ ഗുണം, ഇന്ത്യയിലുള്ള ഒരു പേസ്റ്റിനും അതിന്റെ ഗുണം കിടപിടിക്കാൻ പറ്റില്ല, അതേത് പേസ്റ്റാണ്? ഞാൻ പറഞ്ഞു ഓൺ ആൻഡ് ഓൺ ഹെർബൽ പേസ്റ്റ് എന്ന പേര്. അത് ഇവിടെ കിട്ടും. ഞാൻ പറഞ്ഞു മാർക്കറ്റിൽ ഒന്നും കിട്ടില്ല ടീച്ചർ, എൻ്റെ അടുത്ത് കുറെ ഉണ്ട്, ഞാൻ കുറെ വാങ്ങി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പേസ്റ്റ് ആവശ്യപ്പെട്ട ടീച്ചർക്ക് ഞാൻ ഒരു പേസ്റ്റ് കൊടുത്തു, ഒരു ഫെയർനെസ് ക്രീം കൊടുത്തു, ഒരു ചാമ്പി തേനും കൊടുത്തു. കാരണം ടീച്ചറുടെ അമ്മക്ക് മുട്ടുവേദനയാണെന്ന് അറിഞ്ഞിട്ട് സാധ്യത നോക്കണം. നിങ്ങൾ ഓരോരുത്തരും പരിചയപ്പെടുത്താനോ ഐഡിയസ്, അവിടെയൊക്കെ ഒരുപാട് സാധ്യതകൾ കറക്റ്റ്. എന്നിട്ട് ചാമ്പി തേയില നമ്മുടെ ബോഡി ബട്ടർ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു പേസ്റ്റിന്റെ പോയ കഥ കണ്ട. അതിനുശേഷം ടീച്ചർക്ക് ഈ സാധനം കിട്ടി. ടീച്ചർ 2 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞ അടിപൊളിയാണ് കേട്ടോ ചാമ്പി തേയില, അമ്മക്ക് മുട്ടുവേദനക്ക് ഗുണമുണ്ട്. അല്ലല്ലോ ഐഡിയസ്. അങ്ങനെ എൻ്റെ കൊളീഗ്സ് ആയിട്ടുള്ള ഒത്തിരി ടീച്ചേഴ്സിന് അവർക്കൊക്കെ നമ്മുടെ ഫെയർനെസ് ക്രീമും ഫേസ് വാഷും സോപ്പും കൊടുത്തു. ഒരു ടീച്ചറുടെ മകൾക്ക് വളരെയധികം ശ്വാസകോശ സംബന്ധമായ പ്രശ്നം ഉണ്ടായിരുന്നു. 4ാം ക്ലാസ് പഠിക്കുകയാണ്. ഐസ്ക്രീം നന്നായിട്ട് തിന്നും, എപ്പോഴും പ്രശ്നമാണ്. ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ കവച് പ്രാഷ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അറിയാലോ കവച് പ്രാഷ്? സത്യത്തിൽ ആ പേര് തന്നെ കവചം പോലെ നമ്മുടെ ഫാമിലിയെ, നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ആയിട്ടൊരു സാധനമാണ്. നമ്മുടെ ഒത്തിരി എന്താ പറയുന്നത്, ഈ കേരളത്തിലെ നമ്മുടെ ആരോഗ്യമന്ത്രി അടക്കം കഴിച്ച സാധനം ഉണ്ടാകും. മുമ്പറിപ്പോ ഇല്ലെങ്കിലും എന്നാലും കുഴപ്പമില്ല, മന്ത്രിയായിട്ടില്ല എന്നാണ് എല്ലാം ഓർമ്മയുണ്ട്. അപ്പോൾ എന്താണ് ഈ സാധനം ടീച്ചറോട് ഞാൻ പറഞ്ഞു, ടീച്ചറെ ഇതാണ് അടിപൊളി സാധനമാണ്, കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യത്തെ ദിവസം കുട്ടി കഴിച്ചു. നിങ്ങളുടെ മക്കളെല്ലാവരും കഴിക്കുന്നുണ്ടോ കവച പ്രാവശ്യം? അതെയാ, കുറെ അത് ഭാഗ്യമായിട്ടാ. കുറെ ആൾ കഴിക്കും, കുറെ കുട്ടികൾ കഴിക്കും. ഈ കറുത്ത സാധനം കഴിക്കൂലെന്ന് പറയും. പക്ഷെ ടീച്ചർ പറഞ്ഞു, ടീച്ചറെ ഒരാഴ്ച കഴിച്ചിട്ട് ഇപ്പൊ കഴിക്കുന്നില്ല കേട്ടോ. ഞാൻ പറയുന്നത് ടീച്ചർ കൊടുക്കണ്ട, ഒരു കാര്യം ചെയ്തോ, ദിവസം അവളെ മുന്നിൽ നിന്ന് ഈ പ്രോഡക്റ്റ് എടുത്തിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് ടീച്ചർ എന്ത് ചെയ്യാ, ടീച്ചർ കുട്ടിയുടെ മുന്നിൽ നിന്ന് ഒരു സ്പൂണിൽ ഒരു ടീസ്പൂണിൽ എടുത്തിട്ട് ഈ സാധനം ഇങ്ങനെ എന്ത് ചെയ്യാ, ടീച്ചർ കഴിക്കാം. കുട്ടി സ്വാഭാവികമായിട്ട് ചോദിക്കില്ലയോ? അങ്ങനെ ഒരു ബോട്ടിൽ മുഴുവൻ കഴിപ്പിച്ച് മൈ ഡിയേഴ്സ്, അമേസിംഗ് എന്ന് പറയാം. ടീച്ചർക്ക് പിന്നീട് ആ മകളെ കൊണ്ട് ശ്വാസകോശ സംബന്ധമായ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പൊ അത്രമാത്രം ക്വാളിറ്റിയിൽ ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്. നമ്മൾ വാങ്ങി നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ, അമ്മ, മക്കളിലെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആരോഗ്യ സംരക്ഷണം. ഈ കമ്പനിയുടെ വിഷനും പറയുന്ന മൈ ഡിയേഴ്സ്, ഇന്ത്യൻ ഒറിജിനൽ ആയുർവേദിക് വെൽനസ് പ്രോഡക്ട്സ് ഇന്ത്യക്കാർക്ക് വിലക്കുറവിൽ ലൈഫ് ടൈം കൊടുക്കുക. ഒപ്പം വിദേശ രാജ്യങ്ങളടക്കം ഇന്ന് 100-ലധികം രാജ്യങ്ങൾ നമ്മുടെ എലമെന്റ്സ് ഓൺ ആൻഡ് ഓണിന്റെ പ്രോഡക്റ്റുകൾ പോകുന്നത് മൈ ഡിയേഴ്സ്. 2017 MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആയി ഇന്റർനാഷണൽ ലെവലിലേക്ക് വന്നത്. അതിനുശേഷം നമ്മുടെ കമ്പനിയുടെ ഒത്തിരി ഉൽപ്പന്നങ്ങൾ ലോകം മുഴുവൻ, ഇന്ത്യയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യണമെങ്കിൽ എത്രമാത്രം അതിന്റെ ക്വാളിറ്റി എത്രമാത്രമാണെന്ന് അറിയണം മൈ ഡിയേഴ്സ്. അങ്ങനെ ലോകം മുഴുവൻ ബിസിനസ് ചെയ്യാനുള്ള അവസരം കിട്ടിയവരാണ് നമ്മൾ.
അൺഫോർച്ചുനേറ്റ്ലി ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ബ്രേക്ക് കൊണ്ട് ചവിട്ടി പിടിച്ചിട്ടാണ്. ആണോ